മർദ്ദിച്ചിട്ടില്ല. ഫോണിലൊക്കെ ഓരോരോ ഓളെ മുഖം വെച്ചിട്ട് മറ്റുള്ള ഓരോ രൂപങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് അത് ഓളെ ഫോണിലേക്കല്ല വേറൊരുത്തരുടെ ഫോണിലൊക്കെ കണ്ടിട്ട് ഓളോട് ഇങ്ങനെ പറയും ഇതിനെപ്പറ്റി ഇങ്ങനെ പല വീഡിയോ വരുന്നുണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ. ഓള് എന്ത് ചെയ്യാനോ അന്നേരം ഓള് ഒരിക്കലും പോയിട്ട് പരാതി കൊടുത്തിട്ട് ഓളെ വക്കീലിനെ വിളിച്ച് പറഞ്ഞേരോ അയാൾ പറഞ്ഞ് പരാതി കൊടുക്കണമെന്ന് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് ഓളത് അങ്ങനെ അയച്ചു ഓരോരുത്തരുടെ ഫോണിലേക്കൊക്കെ ഇങ്ങനെ ഇടും. പിന്നെ ഫോണിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഓരോരോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇടും. ഓരോരുത്തരുടെ ഫോണിലൊക്കെ ഒളിങ്ങനെ ഞങ്ങളോട് പറയും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളെന്താ ഇതിനെപ്പറ്റി ഒന്നും പറയാത്ത. പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. ഈ വിവാഹമോചനത്തിന് ശേഷമാണ് അമ്മയെ ആക്രമിച്ചത്? അല്ല, അത് മുന്നെയാ. അത് പിന്നെ ഇതുപോലെ തന്നെ മൂത്ത മോന പിന്നെ ആസിഡ് വെച്ചൊക്കെ അന്ന ഇത് ഒഴിച്ച് പെട്രോൾ വെച്ചൊക്കെ അന്ന. അപ്പോൾ അത് ചെറിയ മോനെയും കൊണ്ട് ഓള് ഓൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഓൻ്റെ വീട്ടിൽ നിന്ന് ഓളെ കാണാണ്ടായിട്ട് ഞാളെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചേടിയാണ് ഒളിപ്പിച്ചതെന്ന് വെച്ചാൽ കാണിച്ചില്ലെങ്കിൽ വലിയോനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കൊല്ലും. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാത്ത സംഗതി ഇനി എന്നോട് ചോദിച്ചിട്ടല്ല, ഞാൻ അറിയൂല. അങ്ങനെ ഇവിടേക്ക് വന്നിട്ടില്ല. അല്ലല്ല, ഓളെ മൂത്ത മോന. അപ്പോ എത്ര വർഷം മുമ്പ് കല്യാണം കഴിച്ചത്? 13 വർഷമായിട്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ അറേഞ്ച് ചെയ്ത കല്യാണം? അല്ല, ഓള് സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. നടുവിന് മർദ്ദിച്ചത് ഇയാളാണോ? അത് പിന്നെ ഹെൽമെറ്റ് ഉണ്ട്. അതിപ്പോ അടുത്താണ് ഈ ലാസ്റ്റ് പോരുന്ന സമയത്ത് ആണ് ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ച് ഹെൽമെറ്റ് കൊണ്ട് എറിയുകയൊക്കെ ചെയ്തിട്ടാണ്. അന്നേരം കുറെ ഈ ഹോസ്പിറ്റൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് കീഴെടുക്കാനൊക്കെയാണ് അവർ പറയുന്നത്. അല്ലല്ല, സ്നേഹിച്ച് പോയതാണ്. പിന്നെ ഞങ്ങള് നല്ലോണമായി പിന്നെ വീട്ടിലൊക്കെ വരികയും നല്ല ഇതിലായി. മൂത്ത മോനെ പ്രസവിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചൊക്കെ. അപ്പൊ കുഴപ്പം ഇടയ്ക്ക് ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ മദ്യപിച്ചാൽ എപ്പോഴും കുഴപ്പം തന്നെയാണ്. പിന്നെ കുറച്ച് പിന്നെ മുന്നോട്ടെത്തിയപ്പോൾ 2-3 പ്രാവശ്യം കുടിയൊക്കെ നിർത്തിയരെ പിന്നെ മദ്യപിച്ചാൽ വെറും പ്രാന്ത. അങ്ങനെയാന്ന് എല്ലാവരും അടിക്കും. ഞങ്ങളൊക്കെ മുന്നിലിട്ടിട്ട് ഓളെ വല്ലാണ്ട് അടിക്കും. തലയ്ക്കൊക്കെ അടിക്കുക. കണ്ണൊന്നുമില്ല, ഒരു കണ്ണ് പോയിക്കോളെ. ഒരു കണ്ണിനിങ്ങനെ കൈവച്ച് കുത്തിയിട്ട് എന്നിട്ട് കണ്ണിന്റെ കൃഷ്ണമണി കലങ്ങിപ്പോകാം. അത് ഓന്റെ കൂടെ എല്ലാവരും തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഒരു പറഞ്ഞ് പിന്നെ കണ്ണൊന്നും ചെയ്യാൻ പറ്റൂല, അഥവാ ചെയ്താൽ രക്തം നിൽക്കൂല, നിങ്ങൾ ചെയ്യണ്ട. ഓളിങ്ങനെ കണ്ണട വെച്ച് ഗ്ലാസ് ഇങ്ങനെ മാറ്റി വെക്കും. ഇപ്പൊ ഏത് കണ്ണാന്ന് ഇപ്പോന്ന് എനിക്ക് ഓർമ്മയില്ല. അവളെ ആദ്യത്തെ കണ്ണ് ഏതാന്ന് കാണാത്തന്നല്ല. ഇതിപ്പോ എന്നിട്ട് വിവാഹമോചനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? 13 വർഷമായല്ലോ ഈ മർദ്ദനം സ്വന്തമായിട്ട് ഓള് സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് ഓള് ഞാള് SC പെട്ടതാ പരവൻ. അവൻ തീയരാ. അപ്പോൾ ഓക്ക് സ്ഥലം കിട്ടി. ഓക്ക് സ്ഥലം പാസത്തിന് പൈസ പാസ്സായി പുരയൊക്കെ വെച്ച് ചെറിയൊരു പുരയൊക്കെ ഉണ്ടാക്കി കൂടി. പിന്നെ ദിവസം വന്നിട്ട് ഈ പുരയൊക്കെ അടിച്ച് തകർത്ത് കക്കൂസ് ഒക്കെ പോക്കി കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഒക്കെ അടിച്ച് തകർത്തേരെ. പിന്നെ ലാസ്റ്റ് ഓള് പറഞ്ഞതാ ഈ വീട് ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ഞാൻ നോക്കൂ, പിന്നെ ഇനിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. പിന്നെ ഓള് പോന്നു, വീട്ടിലേക്ക് വന്നിക്കില്ല. ആട് നാടി 2.5 വർഷമായി. അതാണ് ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. ഓന്റെ കൂടെ വരണം, ചികിത്സയൊന്നും ചെയ്യണ്ട, ഓന്റെ കൂടെ ചെല്ലാൻ. ഈ കുട്ടികളിൽ മൂത്ത കുട്ടിയാണ് പെട്രോൾ ഒഴിക്കാൻ ശ്രമിച്ചത്. പെട്രോൾ ഒഴിച്ചേക്ക് തീയിട്ടങ്ങനെ സിഗരറ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരാൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അന്ന് പിന്നെ ഇതിലൊക്കെ ചൈൽഡ് ലൈനിലൊക്കെ പരാതി കൊടുത്താ ഞാൻ. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്നാണ് ഇതിന്റെ കേസ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പോയപ്പോൾ പിന്നെ മാഷോട് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു കുട്ടീനെയാണ് കൊല്ലാൻ നോക്കിയത്. ഈ സ്കൂൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് മാഷ്ക്കറിയാം, എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന്. അപ്പോൾ മാഷ് പറഞ്ഞ കേസ് എങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് മോശമാണ്, എന്തെങ്കിലും ആക്കട്ടെ. ഓനെച്ചാൽ അങ്ങനെ ചെയ്യൂന്ന് ഓനൊരു സംഗതി പറഞ്ഞാൽ ചെയ്യും. ഓനെ ഒരിക്കലും റോഡുമിലിട്ട് അടിച്ചിട്ട് അന്ന് ഇയാൾ കേസ് കൊടുത്തിട്ട് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് ഓന്റെ പിന്നെ പോലീസിന്റെ മുന്നിൽ നിന്ന് ഓന്റെ വേളയിലൊക്കെ പിടിച്ചിട്ട് പരാതി പോലീസ് കൃത്യമായ ഒരു നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ വീട്ടിൽ വരൂലാലോ. പിന്നെ അത് ഓരോരോ വാണിംഗ് കൊടുക്കും, ഇങ്ങനെ പോറത് അമ്പാത്ത് പോറത് ഈ ഭാഗത്ത് പോറത്. പിറ്റേ അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-5 മാസം കഴിയുമ്പോൾ പിന്നും വരും.